കിളിവാടി കിളിവാടി ആരുമില്ല. ഒന്നുകൂടി സിസ്റ്റർ വരാഞ്ഞിട്ടാ വണ്ടി വിടാഞ്ഞത്. ഓ വലിയ ഉപകാരം. ഇനി വിട്ടോ വിട്ടോ നീക്ക് വേഗം വന്നാട്ടെ സാറേ. വേഗം വാ. അങ്ങോട്ട് കയറിക്കേ. ഒരു കിളിപാടി ഒരു കിളിപാടി. ചുമ്മാ പാടട്ടെന്ന് എത്ര വേണമെങ്കിലും പാട്ടെ. കിളിപാടിയിലേക്കുള്ള ഒരു ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. ആന്നോ? ഇങ്ങോട്ട് ഇരിക്കും. ഞാനും കിളിപാടിയിലേക്കാ. ഇങ്ങോട്ട് ഇരിക്കും. സ്വല്പം നീക്കി. ഓ വന്ന് കയറിയപ്പോഴേക്കും നല്ലൊരു സുഹൃത്തിനെയാണല്ലോ കിട്ടിയത്. നമസ്തേ. ഞാൻ കിളിപാടിയിൽ അപരിചിതനാണ്. അതിനെന്തിനാ ഈ കൈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്? ഇത് എവിടത്തെ നമസ്തയാ? ഇത് ഞങ്ങളുടെ അടയാളമാണ്. LIC. ചതിച്ചോ ഭഗവാനെ? ഇൻഷുറൻസ് ചെയ്യണ്ടെന്നോ? ഇല്ല സുഹൃത്തെ, LIC ആരെയും ചതിച്ചിട്ടില്ല, രക്ഷിച്ചിട്ടേ ഉള്ളൂ. അതായത് നമ്മളിപ്പോ ബസ്സിൽ യാത്ര ചെയ്യും, പോകുന്ന വഴിക്ക് തലയും കുത്തി. ഇവിടെ വെച്ച് നിർത്തില്ല ഭഗവാനാണ്. ഇനി ബസ്സിൽ നിർത്തി ചാടും. ഓ ശരി, എങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. പോരെ? എടാ നമ്മുടെ എഴുത്തണ്ടല്ലേ പപ്പൻ ചേട്ടൻ ഇരിക്കുന്നു. പപ്പൻ ചേട്ടോ, ഗർഭമായിരിക്കും എന്തോ ചെയ്യണം? നിർദോഷമായ നല്ലൊരു ക്വസ്റ്റ്യൻ. ആൻസർ പറഞ്ഞു കൊടുക്കും പപ്പൻ ചേട്ടാ. അത് വീട്ടിൽ ചെന്ന് അച്ഛനോടും അമ്മയോട് ചോദിച്ചോ പോരെ മക്കളെ. എന്തിനാണ് പപ്പൻ ചേട്ടനെ ഉപദ്രവിക്കുന്നത്? കൈ കൊടുക്ക കൈ കൊടുക്ക. അതൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. പിന്നെ ഞാൻ എന്തിനാ നിങ്ങളുടെ MLA ആണെന്ന് പറഞ്ഞ് നടക്കുന്നത്? അപ്പൊ പറഞ്ഞൊക്കെ മനസ്സിലായല്ലോ. അടുത്ത അസംബ്ലിയിൽ ഈ കാര്യം ഞാൻ അവതരിപ്പിച്ചിരിക്കും. എന്നാ പോരെ? നമസ്കാരം. മാത്തച്ഛൻ മുതലാളി ബംഗ്ലാവിലുണ്ടോ തോമസേ? മുതലാളി ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് വന്നേ ഉള്ളൂ സാർ. മകളെ കാണാൻ പോയിരുന്നു. മടങ്ങി വന്നോ ഇല്ലയോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നു. ഒന്ന് വേഗം ഇറങ്ങിയാട്ടെ, അടുത്ത ട്രിപ്പ് പോകണം. ആദ്യം കൊട്ടാക്കി എടുത്ത് ഇങ്ങോട്ട് 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 പതുക്കെ ആ കാര്യം ഒന്ന് വേഗം കൊണ്ട് മാറ്റേ. ഇതാണോ കിളിവാടി? കിളിവാടിക്ക് ഇനിയും പോണം. ബസ് അങ്ങോട്ട് പോകത്തില്ല, റോഡ് മഹാമോശമാണ്. എന്നിട്ട് പിന്നെ കിളിവാടിന്ന് ബോർഡ് വെച്ചിരിക്കുന്നതോ, അങ്ങോട്ടുള്ള ചാർജ് വാങ്ങിച്ചതോ? അതിന് ഇവിടെ വരെങ്കിലും കൊണ്ടൊന്ന് വിട്ടില്ലേ? ബാക്കി നടന്നു പോയേ പറ്റൂ. ഇത് എവിടത്തെ ന്യായം? ഇത് കേട്ടാ ഇവിടെ നടക്കുന്ന ബാക്കി കാര്യങ്ങൾക്ക് ന്യായമാണ് തോന്നുമല്ലോ. ഞങ്ങളുടെ ഈ ബുദ്ധിമുട്ട് സാറ് കാണുന്നുണ്ടോ? ഇന്ന് മത്തായി മുതലാളിയെ കാണുമ്പോ സാറ് ഈ റോഡിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് ശരിയാക്കണം. വാസ്തവത്തിൽ ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു. ഈ കാര്യം പറയാൻ വേണ്ടി തന്നെയാണ് ഞാനിന്ന് മുതലാളിയെ കാണാൻ പോകുന്നത്. അപ്പൊ വരട്ടെ. ആഹാ, കിളിപാടി വരെ നടക്കാൻ പോവാണ്. ഇങ്ങോട്ട് കേരളീലാമേ, ഞാൻ എസ്റ്റേറ്റിലേക്കാ. ചുമ്മാ കേരള സിസ്റ്റർ. ബുദ്ധിമുട്ടാവുമോ? സമയം കളയാതെ കേറണമെങ്കിൽ കേറ്. ഇതാരാ? ഇതെന്തോന്ന്? കഥ കളിയോ അതോ പന്ത് കൊടുത്തോ? ഇത് രണ്ടുമല്ല, ഞാനൊരു LIC ഏജന്റാണ്. ഇതാണ് ഞങ്ങളുടെ അടയാളം. അതായത് നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും താങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ. അപ്പാ കെട്ടൊക്കെ വണ്ടിയിലോട്ട് വെക്കേ. പുള്ളിക്കാരൻ കിളിപാടിലേക്കാ. കേറിക്കോട്ടോ. വേണ്ട. അപ്പൊ പിന്നെ നമുക്ക് കിളിപാട് വെച്ച് കാണാം.
വരട്ടെ. വേണ്ട വേണ്ട, നീ നടന്നു വന്നാ മതി. പുള്ളിക്കാരൊരു കൂട്ട് വേണ്ടേ? ആ ലീലാമ്മയും മരുന്നൊക്കെ ഹെൽത്ത് സെന്ററിൽ ഉണ്ടാവും. ലീലാമ്മ കയറി. പോട്ടെ, സാരല്ലേ. നമുക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ഈ കുളിർക്കാറ്റൊക്കെ ഒന്നേറ്റ് സാവധാനം നടന്നു പോവാ. അതാ സുഖം. അല്ല, പോകാതിരുന്ന് നന്നായി. അവരൊരു കൊച്ചു വർത്താനം കേട്ടുകൊണ്ട് നമ്മൾ എത്ര നേരം ഉണ്ടായിരിക്കും. അയ്യോ, അന്ന് നമുക്ക് പോയിരുന്നു കേട്ടോ. ഉദാരമായി സംഭാവനയാണ് സാർ. ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. ആറാട്ടിന് കൊണ്ടുവന്ന ഒരു ആന 7 പേരെ കുത്തിക്കൊന്നു സാർ. എത്ര പേരെ? 7 പേരെ. 7 കുടുംബങ്ങളിലും കൂടി 756 മനുഷ്യ ജീവിതങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഉദാരമായി സംഭാവനയാണ് സാർ. നിർത്ത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ 7 പേരിൽ ഒരാൾ പോലും ഇൻഷൂർ ചെയ്തിരുന്നില്ലേ? അയ്യോ ഇല്ലല്ലോ സാർ, അതവർക്ക് അറിയില്ലായിരുന്നു. കഷ്ടം. കണ്ടോ എത്ര ലക്ഷം രൂപയാണ് ആ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് നോക്കൂ. അപകടങ്ങൾ ഓർക്കാപ്പുറത്താണ് തല്ലി വന്നു വീഴുന്നത്. കരുതിയിരിക്കുന്നതാണ് ബുദ്ധി. അതൊക്കെ പോട്ടെ, താങ്കൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിലും ഉടനെ ചെയ്യണം. താങ്കളുടെ തൊഴിൽ വെച്ച് നോക്കുമ്പോ കയ്യും കാലും ഇൻഷൂർ ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ഇതുപോലുള്ള തൊഴിൽ കൊണ്ടു നടക്കുന്നവരുടെ കയ്യും കാലും ആളുകൾ തല്ലി ഒടിക്കും. അപ്പൊ ഇൻഷൂർ ചെയ്താൽ വീണു പോയാലും പട്ടിണി കൂടാതെ കഴിയാം. എന്തു പറയണു? എഴുതട്ടെ ഒരു പോളിസി? അല്ല, ഒന്നുമില്ല. പോയി വാ മോനെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. കുറെ കാലം ഞാൻ ഇവിടെ ഉണ്ടാവും. എങ്കിൽ നമുക്കൊരു ഐക്യ മുന്നണിയായിട്ട് നീങ്ങിയാലോ? തെരഞ്ഞെടുപ്പ് വരികയല്ലേ? വേണ്ട, ഒരു മുന്നണിയും വേണ്ട. പിരിവ് വേറെ, LIC വേറെ. സ്ഥലം ഇവിടെ. എവിടുന്ന് വന്നടാ? അതിരിക്കട്ടെ, ഇവിടെ തന്നെ വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ആരെങ്കിലും പറഞ്ഞയച്ചതാണോ അതോ? ആരും പറഞ്ഞയച്ചതല്ല, സ്വയം തോന്നി വന്നു, അത്രേ ഉള്ളൂ. കണ്ടോ, ഇതാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. എനിക്കൊരു സഹായിയെ വേണമെന്ന് കുറെ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. ഉടനെ ദൈവം അയച്ചെന്ന് കണ്ടോ? എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത്? നിനക്ക് സഹായത്തിന് ഞാനില്ലേ തെകരെ ഇവിടെ? നിങ്ങളുടെ ഒരു സഹായം ഒന്നും വേണ്ടാതെ മനുഷ്യ അവിടെ. നിങ്ങൾക്ക് ചായക്കടപ്പണി വല്ലതും അറിയാവോ? ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. ആയിക്കോട്ടെ, ചായക്കടപ്പണി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഇവിടെ വരുന്നവരെയൊക്കെ ഇൻഷുർ ചെയ്യുകയും ചെയ്യാം. സമ്മതാണോ? ഓ, സമ്മതാ. ആ, എങ്കിൽ പെട്ടി എടുത്തകത്ത് വയ്ക്കൂ. അപ്പൊ എന്റെ പെട്ടിയോട് ജഗതേ. അതെടുത്ത് പുറത്തോട്ട് വയ്ക്കും. ജഗതേ, ഇങ്ങോട്ട് നീങ്ങുന്നേ. ബാ. ആ, ആദ്യമായിട്ട് ഇദ്ദേഹത്തെ ഒന്ന് ഇൻഷൂർ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പണം കിട്ടും. കിട്ടുവോ? പിന്നെ ഭാഗ്യം, ഭാഗ്യം. പറഞ്ഞിരുന്നില്ല, ഭാഗ്യം. കണ്ട, ഭാഗ്യം നിങ്ങളെ വിളിക്കുന്നു. കേരള ടൊറണ്ടൈ, കർണാടക ടൊറണ്ടൈ, ആന്ധ്ര ടൊറണ്ടൈ, തമിഴ്നാട് തൊണ്ടനെ. പൗലോസിയേട്ടൻ മനസ്സിലാക്കണം, എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞ് ഇൻഷൂർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. മറ്റുള്ള കാര്യങ്ങളുടെ കൂടെ അതും അങ്ങ് നടന്നു പോയിക്കൊള്ളും. അതാണ് ഇൻഷുറൻസിനുള്ള ഗുണം. എന്നാ ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ എല്ലാവരും നല്ലപോലെ അധ്വാനിക്കും. അനാവശ്യ ചെലവ് ഒന്നും തന്നെ ഇല്ല. ആഴ്ചയിൽ 2 ദിവസം എനിക്ക് കുറേശ്ശെ ചാരായം കുടിക്കണം. എന്ന് വെച്ചാൽ ഓരോ കുപ്പി, അത്രേ ഉള്ളൂ. കൂടുതലല്ല. നല്ല പോലെ അധ്വാനിക്കുന്നവർ ആഴ്ചയിൽ 2 ദിവസം ചാരായം കുടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ബാക്കി 5 ദിവസം എനിക്ക് കള്ളു മതി. അതാണ് അതിന്റെ ഒരു ചിട്ട. ഓഹോ, അങ്ങനെ ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആ, ഇതിനുള്ള കാശ് കഴിഞ്ഞാൽ പിന്നെ ചെലവിനുള്ള കാശേ കാണും. പിന്നെ എങ്ങനെ ഇൻഷുർ ചെയ്യും? കാശ് തരണ്ടേ? അപ്പോ ഈ നിൽക്കുന്ന മോളമ്മയുടെ ഭാവിയെ കുറിച്ച് എന്താ തീരുമാനം? അവള് ഞങ്ങൾക്ക് ഒറ്റ മോളാ. അവക്ക് കൊടുക്കാനുള്ള പൊന്നും പണമൊക്കെ ഞങ്ങൾ നേരത്തെ കരുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അവിടെ പഠിത്തം കൂടി കഴിഞ്ഞാൽ കൊള്ളാവുന്ന ഒരുത്തിന് അവളെ കെട്ടിച്ചെടുക്കും അല്ലേ? ആ, ചെറുക്കനെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. കണ്ടുവച്ചെന്നല്ലേ ഉള്ളൂ, വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എന്താ, വേറെ ചെറുക്കനുണ്ടോ? ചെറുക്കനൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ആലോചന നടത്താമായിരുന്നു. ആര്? കാണാനൊക്കെ മിടുക്കനാണോ? അയ്യോ പിന്നെ, ഏകദേശം എന്നെ പോലെ ഇരിക്കും. എനിക്കൊന്നും വേണ്ട. അതെന്താ മോളമ്മ അങ്ങനെ പറഞ്ഞത്? സാറിനെ പോലെയാ ഇരിക്കുന്നു പറഞ്ഞോണ്ടായിരിക്കും. എനിക്ക് എന്താ ഒരു കുറ്റം? അത് മാത്രം സാറ് ചോദിക്കരുത്. എന്താ? ഞാൻ പറഞ്ഞാൽ സാറ് കരയും. എങ്കിൽ അതൊക്കെ പോട്ടെ. ഇൻഷുറൻസിന്റെ കാര്യം എങ്ങനെയാ? സാറ് ഇപ്പൊ പോ, ഞാൻ പിന്നെ അറിയിക്കാം. ഇനി ഞാൻ പോയേക്കാം. മോളമ്മ കത്തി വെച്ചത്
എന്റെ ലൈഫിനെയാ. ദേ, ഞാൻ സാറിനെ കാത്തു നിൽക്കുകയായിരുന്നു. എന്താ കാര്യം? സാർ ഒരു പോളിസി എടുക്കണം. എനിക്കെന്തിനാണോ പോളിസി? ഞാൻ ഈ നാട്ടുകാർക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ നിയോജക മണ്ഡലത്തിലെ ആജീവനാന്ത MLA ആണ്. ഉറപ്പാ. സാറിനൊന്നും തോന്നരുത്. ഞാനൊരു സത്യം പറയാം. സാറിന്റെ സ്ഥലപ്രവൃത്തിയെ പറ്റി ഇവിടുത്തെ ആൾക്കാരിൽ നിന്നും അറിഞ്ഞിടത്തോളം സാറിന് ലൈഫ് ഇൻഷുറൻസ് വളരെ ആവശ്യമാണ്. ഒരു വലിയ തുകയ്ക്ക് ധൈര്യമായി എടുക്കാം. അങ്ങേയറ്റം പോയാൽ 2 പ്രീമിയത്തിൽ കൂടുതൽ കെട്ടേണ്ടി വരില്ല. തീർച്ച 2 വർഷത്തിനകത്ത് മുഴുവൻ തുകയും ഭാര്യയ്ക്കും മക്കൾക്കും കിട്ടും. താനെന്താ പറയുന്നത്? 2 കൊല്ലത്തിന് ഞാൻ മരിച്ചു പോകുന്നു. പിന്നെ മുഖസ്തുതി പറയല്ല, അത്രയും വേണ്ടി വരില്ല. അതിനകത്ത് തന്നെ അത് സംഭവിച്ചോളൂ. ഓരോടുന്ന് താൻ ആരോടാണ് സംസാരിക്കുന്നറിയോ? ചേട്ടാ, ഒരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചപ്പോ വേണ്ടെങ്കിൽ വേണ്ട, പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നോക്കിച്ചിട്ട് കാര്യമില്ല. ആ എന്താ ഇത്? ഇവിടെ പിരിവെടുത്താണോ? ഇത് പിരിവല്ല സുഹൃത്തെ, ഞാൻ ലോൺ എടുക്കുകയാണ്. ലോൺ. ലോണോ? ആ, ഇതെന്താ ബാങ്കോ ലോൺ എടുക്കാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു ബാങ്കാണ്. എന്റെ ഈ കാശ് കിട്ടുമ്പോ ഞാൻ പലിശ സഹിതം ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടും. നേരാണോ തോണിച്ച? പിന്നെ ഞാനിപ്പൊ എടുത്തതല്ലേ കണ്ടുള്ളൂ. ഞാൻ കൊണ്ടുവന്ന് ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണില്ല. കാരണം നിങ്ങൾ ആരും നല്ലത് കാണില്ല, ഒരുത്തന്റെ തെറ്റുകൾ മാത്രമേ കാണൂ. സുഹൃത്തെ, ഇത് ശരിയല്ല. നിങ്ങൾക്കറിയാമോ ഇതിനെപ്പറ്റി ടോൾസ്റ്റോയ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്? ഐ വണ്ടേഴ്സ് വിത്ത് കൺട്രീസ് സീ റൈറ്റ് ആൻഡ് റോങ്, ഓ മാൻ. ഇറ്റ് ഈസ് എ റോങ് ആൻഡ് റൈറ്റ് ആൻഡ് റോങ്. യുവർ ഐസ് ഡസ്റ്റ് ആൻഡ് യു ഡസ്റ്റ് അതേഴ്സ് ഐസ്. വന്നാട്ടെ സാർ, വരണം സാർ, വന്നാട്ടെ, ഇരിക്കണം, ഇരിക്കണം സാർ. സാർ എപ്പോഴും പറയാറില്ലേ ഈ പണി നിർത്തണം, തെറ്റല്ലേ, ദോഷമല്ലേ എന്നൊക്കെ. സാറ് കണ്ടോ, എന്റെ അപ്പനാണ്. 7 വർഷമായി ഇതേ കിടപ്പിലാണ്. ജൈനമ്മേ, എന്റെ പെങ്ങളാ. വയസ്സ് 20ആയി. ഞങ്ങൾ 3 പേരുടെയും ചെലവ് നടക്കണം. അപ്പന് മരുന്നും കഷായമൊന്നും പറഞ്ഞ് ദിവസം 5-8 രൂപ വേണം. പലപ്പോഴും തോന്നിയതാ ഇവർക്ക് വിഷം കൊടുത്തിട്ട് ഞാനും അങ്ങ് കഴിച്ചാലോ എന്ന്. പക്ഷെ അതൊരു പരിഹാരമാവില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണം സാർ? കൈ നീട്ടി തെണ്ടുന്നതിന് പകരം പാട്ട് നീട്ടി കാണിക്കുന്നു എന്ന് മാത്രം. ഞാനിത് നിർത്തണോ സാർ?